ഹായ് ഓൾ, ക്യാബ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ വെരി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു, ഒരു 30 മിനിറ്റെങ്കിലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ടാണ് വന്നത്, ഇല്ലേ? താഴോട്ട് വന്ന് കൃത്യമായിട്ട് 24,000-ത്തിന് താഴെ പോയി മാർക്കറ്റ്. താഴെ പോയതിന് ശേഷം ആണ് അവിടുന്ന് പതിയെ റിക്കവറി ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയും രാവിലത്തെ വോയിസിനകത്തിലും കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ മാർക്കറ്റ് 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 24,000-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നു പറഞ്ഞു. അതുമാത്രമല്ല, ഇവിടെ ഞാൻ ഇന്ന് ചെറിയൊരു ക്ലാസ് പോലെ തന്നെയാണ്. നിങ്ങൾ 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം മുതൽ തന്നെ. മാർക്കറ്റ് നേരെ ഒരു 60-70 പോയിൻറ്റിൻ്റെ ഒരൊറ്റ ക്യാൻഡിലാണ് നേരെ താഴോട്ട് വന്നത്, അല്ലേ? അതിനുശേഷം മാർക്കറ്റ് അവിടുന്ന് പതിയെ കയറാൻ തുടങ്ങി. ഇവിടെ നമുക്കൊരു എൻട്രി പോയിന്റ് ഇല്ല. ഈ 15-15ാമത്തെ മിനിറ്റിൽ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയി എടുക്കും. പകുതി അവിടെയും പകുതി ഇവിടെയാണ്, നമുക്കൊരു ട്രേഡ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു 30 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അല്ലേ? 30 മിനിറ്റ് ഇതിൻ്റെ മുകളിൽ, ഈ 24,000-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ്, ആ ഒരു അപ്സൈഡിന് പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു അപ്സൈഡിൽ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, ഇല്ലേ? നോക്കിക്കേ, മാർക്കറ്റ് ഇവിടുന്ന് 5, 10 ഇത് ഈ ക്യാൻഡിൽ പോട്ടെ, നമുക്ക് മുകളിലുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പം 1, 2, 3, 4, 5, 6, 5, 10, 15, 20, 25, 30 മിനിറ്റ് എന്ത് ചെയ്തു? ഇതിൻ്റെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു 30 മിനിറ്റ് കഴിഞ്ഞപ്പം എവിടെ വന്നു? എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അവിടെ തന്നെ മാർക്കറ്റ് എത്തി, ഇല്ലേ? അപ്പം നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരവും നമുക്കിവിടെ ഒരു ട്രേഡ് ഉണ്ട്. അപ്പം ആരെങ്കിലും ഈ മിക്കവാറും ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, പ്രൈസ് ആക്ഷൻ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലായിരിക്കും. കാരണം അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവർ കറക്റ്റാണ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിലായിരിക്കും നിങ്ങളുടെ സി എൻട്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കാരണം എന്താണ്? ഇവിടെ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടായി, ഒരു ഫുൾ മറുബോസ് ക്യാൻഡിലാണ്. പക്ഷേ നെക്സ്റ്റ് എന്താണ്? പഠിച്ചവർക്ക് ഓർമ്മയുണ്ട്, ക്ലാസ്സിൽ വന്നവർക്കാണെങ്കിലും പ്രൈസ് ആക്ഷൻ സീരീസ് കണ്ടവർക്കാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, ഒരു ബെയറിഷ് മർബോസ് ക്യാൻഡിൽ വീണു. ആ ക്യാൻഡിലിന് ശേഷം നെക്സ്റ്റ് വീണ ക്യാൻഡിൽ 50% മോർ ദാൻ 50% ആ ക്യാൻഡിലിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ക്യാൻഡിൽ എന്താണ്? ഇൻവാലിഡ് ആണ്, ഇല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞേ? ഓക്കെ, ഈ ക്യാൻഡിൽ ഇൻവാലിഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത്? ഈ ബെയറിഷ് മർബോസ് ഇൻവാലിഡായി, ഇല്ലേ? നമുക്ക് ഒരു എൻട്രി കിട്ടി. 5 മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ 75 to 80% ഫുൾ ബോഡിയോടുകൂടെ ഈ 50% കട്ട് ചെയ്ത് നമുക്കൊരു ക്യാൻഡിൽ കിട്ടി. റൈറ്റ് എൻട്രിയാണ്, കറക്റ്റ് എൻട്രിയാണ് ഈ പോയിന്റ്, ശരിയല്ലേ? ഒരു കുറ്റവുമില്ല. അതിനുശേഷം വീണ്ടും എന്ത് സംഭവിച്ചേ? ഒരു റെഡ് ക്യാൻഡിൽ വീണു. പക്ഷേങ്കിൽ ഈ ക്യാൻഡിലിനെ കട്ട് ചെയ്ത് താഴെ പോയില്ല, നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് കട്ട് ചെയ്ത് താഴെ പോയില്ല. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ഒരു ഇതിനെ എൻഗൾഫ് ചെയ്യുന്നൊരു ക്യാൻഡിൽ, അല്ലേ? ഇതിനെ വിഴുങ്ങത്തക്ക രീതിയിൽ ചെറിയൊരിതുണ്ടെങ്കിലും എൻഗൾഫ് ചെയ്യുന്നൊരു ക്യാൻഡിൽ വീണ്ടും ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു പക്ഷേ മുകളിലോട്ട് പോകേണ്ടത്. അങ്ങനെ മാർക്കറ്റ് ഇവിടുന്ന് എന്ത് ചെയ്തു? പതിയെ മുകളിലോട്ട് പോയി. ഇവിടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റിയിലാണ് നിങ്ങൾ ട്രേഡ് എടുത്തെങ്കിൽ നിങ്ങൾ ഈ ക്യാൻഡിലാണ് ട്രേഡ് എടുത്തത് ഇവിടുന്ന്. ഓക്കെ, അപ്പം ഏകദേശം നമുക്ക് ഇവിടെ എൻട്രി ആണെന്നുണ്ടെങ്കിൽ 24,062 മുതൽ ഇതൊക്കെ ഗ്രീൻ ക്യാൻഡിലാണ്. 62 മുതൽ ഏകദേശം 24,100 100 ഏകദേശം 110 വരെ മാർക്കറ്റ് പോയി, ഇല്ലേ? ഇവിടെ നിങ്ങൾക്ക് ന്യായം പാലിച്ചവർക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് പോക്കലിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. നിങ്ങൾ അല്ല ഇവിടുന്ന് മുകളിലോട്ട് കയറും എന്ന് കാത്തിരുന്നവർക്ക് നിരാശ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ഇതുപോലെ എത്രയോ പ്രാവശ്യം ട്രൈ ചെയ്തു. മാർക്കറ്റ് മുകളിലോട്ട് കയറും, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് കയറും എന്ന് ധരിച്ച് എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് നിങ്ങൾ വെള്ളത്തിൽ കളഞ്ഞിട്ടുണ്ട്. ചിന്തിച്ച് നോക്കിക്കേ. ഇത് 1, 2, 3, 4, 10, 50 തവണയല്ല,
ഓരോ പ്രാവശ്യം നമ്മൾക്ക് എന്താണ്, നമുക്ക് പ്രതീക്ഷയാണ് ഇല്ലേ, മാർക്കറ്റ് ഇവിടുന്ന് കയറും, മുകളിലോട്ട് കയറും, 30 മിനിറ്റ് ഇന്നില്ലേ സാറ് പറഞ്ഞില്ലേ ഇവിടുന്ന് കയറാനുള്ള സാധ്യതയുണ്ട്, നല്ലൊരു മറുബോസ് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വീണു, മാർക്കറ്റ് മുകളിലോട്ട് കയറും, പ്രതീക്ഷയാണ്. പക്ഷേ ഈ പ്രതീക്ഷ പലപ്പോഴും നമുക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്നുള്ള കാര്യം നിങ്ങൾ സൗകര്യപൂർവ്വം ഓരോ പ്രാവശ്യം നിങ്ങൾ മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ന്യായം ബാക്കി പൊയ്ക്കോട്ടെ, ഇവിടുന്ന് ഇനി 100, 500, 1000 പോയിന്റ് കയറിയാലും, ഇന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾക്ക്, 1000 പോയിന്റ് കയറിയാലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഇവിടുന്ന് 10 പോയിന്റ് കിട്ടിയെങ്കിൽ എനിക്ക് 750 രൂപ അല്ല 650 രൂപ അത് മതി, എനിക്കത് മതി, എൻ്റെ പ്രോഫിറ്റ്. അങ്ങനെ 10 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 6500 നിങ്ങൾക്ക് പ്രോഫിറ്റായി. ശരിയല്ലേ? 4 സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി കഴിഞ്ഞാലും ഉണ്ട് മാന്യമായിട്ടുള്ള പ്രോഫിറ്റ്. എത്രയോ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം വീഴുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യത്തില്ല, പിന്നെ ഇത് തന്നെയാണ് പണി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇന്ന് ബി എസ് സി താഴോട്ട് വീഴും, ഞാൻ കൊടിമരം പോലെ പോകുന്ന ഒടിഞ്ഞ് വീഴും എന്നൊക്കെ ഉള്ളൊരു സംഗതി ഉണ്ടായതുകൊണ്ട് ഞാനിന്ന് ബി എസ് സിയിൽ ഒരു പി എൻട്രി എടുത്തു. 4000 പി ആണ് ഞാൻ എടുത്തത്. 4000 പി ആണ് എടുത്തത്. ഞാൻ എടുത്തത് വെറും 30 രൂപയ്ക്കാണ് എടുത്തത്. 30 രൂപയ്ക്ക്. ഓക്കെ, 40 രൂപയായപ്പോൾ ഞാനിത് ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തു. 30 രൂപയും 40 രൂപയും 10 പോയിന്റ് കിട്ടി, എനിക്ക് 3250 രൂപ കിട്ടി. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി നോക്കിക്കോ, ഏകദേശം 160 രൂപ എത്തി. ഈ 30-ൽ നിന്ന് 40 രൂപയിൽ ഇറങ്ങിയ ഞാൻ ഇന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഇത് 150 രൂപയായി. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ മാനസിക ടെൻഷൻ. പക്ഷേങ്കിൽ ആദ്യം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്തില്ല. ഏകദേശം 150 എന്ന് പറയുമ്പം 30 പോയിട്ട് 120 പോയിൻ്റായി, ഏകദേശം 35,000 രൂപയായി. 3250 രൂപ ഇങ്ങോട്ട് ഞാൻ ഇറങ്ങി. ഇത് പ്രോഫിറ്റ് ഫുൾ റൈഡ് ചെയ്തിരുന്നെങ്കിൽ 2 മണിക്കൂർ ഹോൾഡ് ചെയ്തെങ്കിൽ ഈ 35,000 രൂപ കിട്ടുകയാണ്. പക്ഷേങ്കിൽ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എനിക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് പോയത് നമുക്കുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അതിന് നമ്മൾ ട്രേഡ് എക്സിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, മാന്യമായിട്ടുള്ളത് കിട്ടിയാൽ നിങ്ങൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കും. 10 പ്രാവശ്യം, ചിലപ്പം 10 പ്രാവശ്യം നിങ്ങളിങ്ങനെ ചെയ്യുമ്പം 1, 2 പ്രാവശ്യം ചിലപ്പോൾ മാർക്കറ്റ് കയറിപ്പോയേക്കാം, നോ പ്രോബ്ലം, ലീവ് ഇറ്റ്. ബാക്കി 5, 6 പ്രാവശ്യം 1, 2 സ്റ്റോപ്പ് ലോസ് അടിക്കും. 5, 6 പ്രാവശ്യം നമ്മുടെ പ്രോഫിറ്റ് അതിന് ശേഷം കുറച്ച് മുകളിലോട്ട് പോയിട്ട് മാർക്കറ്റ് താഴോട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇല്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നലെയൊക്കെ ധാരാളം പേര്, ഇന്നലത്തെ സിനാറിയോ ഞാൻ പറഞ്ഞല്ലോ, ധാരാളം പേര് സങ്കടപ്പെട്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ ഞങ്ങളത് ഹോൾഡ് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, ദൈവം തമ്പുരാനല്ല, മാർക്കറ്റല്ല, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. അതിന് വലിയ സൈക്കോളജിക്കൽ സംഭവങ്ങളൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവനവൻ തീരുമാനിക്കണം. നിങ്ങൾക്ക് നന്നാവണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. ഞാൻ നന്നാവണമെന്ന് ഞാൻ വിചാരിക്കാതെ എല്ലാവരും വിചാരിച്ച് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് കൊച്ചിലെ നമ്മൾ അടിക്കും പറയണം, നന്നാവണമെന്ന് നീ വിചാരിക്കണം. തന്തയെ തള്ളി അല്ലെങ്കിൽ വാദ്യാരെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, അവനവൻ വിചാരിക്കണം ഞാൻ നന്നാവണമെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, മാന്യത കാണിക്കുക, ന്യായം നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇനി അടുത്ത കടമ്പയിലോട്ട് നമുക്ക് വരാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഒരു കാര്യം മനസ്സിലാവും. മാർക്കറ്റ് ഇവിടുന്ന് 30 മിനിറ്റ് മാർക്കറ്റിനകത്ത് കയറി. ഇതിന് ശേഷം ഇവിടുന്ന് മാർക്കറ്റ് ഇവിടം വരെ സഞ്ചരിച്ച ആ ഒരു സ്റ്റൈല് നിങ്ങൾ നോക്കിക്കേ. മാർക്കറ്റ് വീണും എഴുന്നേറ്റും. ഇതിന് മാർക്കറ്റിനൊരു ഊർജ്ജമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള വാക്കാണ്, മാർക്കറ്റിന് എന്താണ്, മോളോട്ട് പോകാനൊരു ഊർജ്ജം ഇല്ല. മാർക്കറ്റ് മാക്സിമം കൺസോൾഡേറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് നിരങ്ങിയാണ്. രണ്ട് കാലും വയ്യാത്ത ഒരുത്തൻ എങ്ങനെയാണോ നിരങ്ങി മുകളിലോട്ട് പോകുന്നത് എന്ന രീതിയിലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. മനസ്സിലായി പറഞ്ഞു? അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് എന്താണ്, സ്ട്രെങ്ത് ഇല്ല. മാർക്കറ്റിന് സ്ട്രെങ്ത് ഇല്ല എന്ന് ക്യാൻഡിലുകൾ കാണുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെപ്പോഴും സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള അകലം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അത് ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള അകലം കുറയും തോറും അത് മാർക്കറ്റിൻ്റെ വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫ്യൂച്ചറാണ് നമ്മളുടെ പ്രീമിയം നിശ്ചയിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? അത് കണ്ട് ധാരാളം ആൾക്കാർ ഇന്ന് ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഞാനത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു.
ഏകദേശം സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ ഏകദേശം ഈക്വൽ ലെവലിലെത്തിയായിരുന്നു ഇല്ലേ? അപ്പോൾ അതൊക്കെ മാർക്കറ്റിൻ്റെ ഒരു വീക്ക്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് കണ്ടുകൊണ്ട് ധാരാളം ആൾക്കാർ ട്രേഡ് എടുത്തു. അങ്ങനെ ട്രേഡ് എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യാനും പറ്റി. എനിവേ അതൊക്കെ നിങ്ങളുടെ പഠനമാണ്. ഇത് എനിക്കതിനകത്ത് വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. കയ്യെ പിടിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളിത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങളിത് ചെയ്യുന്നത്. എല്ലാവരെയും നിയന്ത്രിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഉപദേശിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ ആ ഒരു ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ട് ട്രേഡ് എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ട് പലരും ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കല്ലേ. വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എനിക്ക് ഒരു മേലോട്ടുള്ളൊരു വ്യൂ ഇല്ല. മേലോട്ടൊരു വ്യൂ നമുക്കില്ല, താഴോട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അവരോടൊക്കെ, അത് മീൻസ് നമ്മുടെ സീനിയർ ആൾക്കാരോട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മുകളിലോട്ട് വ്യൂ ഇല്ല, എൻ്റെ വ്യൂ മുഴുവൻ താഴോട്ടാണ്. ഇനി ഞാൻ ഒറ്റ സി പോലും ഞാനിന്ന് എടുത്തില്ല, ഞാൻ പി മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ വരുന്ന വരെ നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കാണിച്ച പോലെ തന്നെ ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. കാരണം വെച്ചാൽ ഈ ഒരു മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ് ഒന്നും പറയാം. സാർ എന്തുകൊണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞില്ല? ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അനുഭവം മനസ്സിലായല്ലോ എന്ന് പറയത്തില്ല എന്നല്ല പറഞ്ഞ്. അത്രയ്ക്ക് നല്ല അവസരങ്ങൾ, നല്ല പാറ്റേൺസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്യാം. എന്തായാലും മാന്യമായി ഞാനെന്നിട്ട് വോയിസ് ഒന്നും കേൾപ്പിക്കാൻ നേരമില്ല. മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഈ ഒരൊറ്റ ക്യാൻഡിൽ വീണപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് 24,044 നമ്മളുടെ ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം അത് പൊട്ടിയാൽ മാർക്കറ്റ് 24,000 വീണ്ടും എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ 24 എത്തില്ല, 3-4-5 പോയിന്റ് വ്യത്യാസമില്ല. മാർക്കറ്റ് വീണ്ടും ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. നമ്മൾ പറഞ്ഞ വോയിസ് ഇട്ട അതേ രീതികളാണ് അല്ലേ? ശരിയല്ലേ? നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ സത്യമാണോ കള്ളമാണോ അതോ തള്ളുവാണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം. എനിവേ, അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ. ഓക്കെ, ഇനി ഫർദറായിട്ട് മാർക്കറ്റ് എന്താ സംഭവിക്കും? ഫർദറായിട്ട് മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോഴും അൺസർട്ടനിറ്റി നിലവിലുണ്ട്. ഇന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കൂടുതൽ കളിക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ബോംബിടും എന്ന് വിടുവായിത്തരം. അതിനാണ് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്, വിടുവായിത്തരം എന്ന് പറയുന്നത് ഇല്ലേ? എങ്ങനെയെങ്കിലും ഇതിൽ കടക്കടിപ്പിക്കാനല്ല നോക്കുന്നത്. വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരം. ഞങ്ങൾ ഇനിയും വലിയ കൂടുതൽ കളിക്കുവാണെങ്കിൽ പറഞ്ഞനുസരിച്ച് അല്ലെങ്കിൽ വീണ്ടും പോയി ബോംബിടും എന്നൊക്കെയാണ് ഭീഷണി. അതൊക്കെ വെറും വൈത്താളം മാത്രമേ ഉള്ളൂ. കാരണം എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ കൂടെ ഉള്ളവരുടെയും. പിന്നെ ഞാൻ ലോക പോലീസാണെന്നുള്ളൊരു അഹങ്കാരം അതൊരിക്കലും മാറത്തില്ലല്ലോ. എനിവേ, എന്തായാലും സൈൻ ചെയ്യുന്ന വെള്ളിയാഴ്ച വരെ ഈ അൺസർട്ടനിറ്റി മാർക്കറ്റ് തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഇന്ന് പുതിയ ഫെഡ് ചെയർമാൻ കെവിൻ വാഷ് ഞാൻ ഇതിട്ടിട്ടുണ്ട്. കെവിൻ വാഷ് ഓക്കെ, കെവിൻ വാഷാണ് പുതിയ നമ്മുടെ ജെറോം പൗൽ മാറി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫെഡ് FOMC മീറ്റിംഗാണ്. ഫെഡ് ചെയർമാന് ശേഷം നമ്മുടെ ജെറോം പൗലിന് ശേഷം വന്നേക്കുന്ന ട്രംപിൻ്റെ നോമിനിയാണ് ഇദ്ദേഹം. അപ്പോൾ ട്രംപ് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത്. എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നൊക്കെയാണ് ട്രംപ് നേരത്തെ വീരവാദം മുടക്കിയത്. പക്ഷേങ്കിൽ അനലിസ്റ്റുകൾ പറയുന്നത് കെവിൻ വാഷ് ഈ പ്രാവശ്യം എന്തായാലും സ്റ്റാറ്റസ് കോ, അതായത് എത്രയാണോ അത് തന്നെ ഇപ്പം ഉള്ള അതേ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം പോസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കമൻട്രി പോലെ ഇരിക്കും. അപ്പോൾ മിക്കവാറും തേൻ പുരട്ടിയ വാക്കുകളായിരിക്കാനാണ് സാധ്യത വരുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹം എന്ത് കമൻട്രിയാണ് പറയുന്നത് അത് മാർക്കറ്റ് എത്രത്തോളം വിശ്വാസത്തിലെടുക്കും എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇന്നത്തെ മാർക്കറ്റിൻ്റെ US മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ മാർക്കറ്റിലും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഇതിനിടയിൽ ഹെസ്ബുള്ള ഇസ്രായേൽ വിഷയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ ഒരു വാർത്തയിൽ ഞാൻ വായിച്ചത് ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നു എന്നൊരു വാർത്ത ഞാൻ വായിച്ചു. വേറൊരിടത്ത് വായിച്ചത് ഇസ്രായേൽ പിന്മാറത്തില്ല, ഞങ്ങളെ ഞങ്ങൾ തിരിച്ചടിക്കും എന്നൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിലൊരു ഒരു അവിയൽ പരുവത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും വെള്ളിയാഴ്ച ഇത് സൈൻ ചെയ്യുന്നിടം വരെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിൻ്റെ ഒരു അൺസർട്ടനിറ്റി നമ്മുടെ മാർക്കറ്റിലും കാണും. ഓക്കെ, അപ്പോൾ നാളെ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. മാർക്കറ്റ് നാളെ സംഭവിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് നമ്മുടെ പഴയ ബോക്സ് മുകളിൽ കിടപ്പുണ്ട്. അപ്പം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ല ഓർമ്മയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ
മാർക്കറ്റ് ഈ കൂട്ടിനകത്ത് കയറി ഒരു 15 മിനിറ്റ് നേരം ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടിൻ്റെ ടോപ്പ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് 275 കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂട്ടിക്കേറിയാൽ. ഓക്കെ, ഇല്ല കൂട്ടിക്കയറത്തില്ല, നാളെ ഗ്യാപ്പ് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മോഡോ ഒരു വീക്ക്നെസ് മോഡോ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് 24,000 എത്തും. ഈ 24,000 എത്തിയാൽ ഇവിടെ എന്ത് സംഭവിക്കാൻ നോക്കണം. ഇവിടെ ഇത് നിർണായകമാണ്. 24,000 പൊട്ടി താഴെ പോയി 15 മിനിറ്റ് നേരം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സംഗതി പണി പാളും. അത് ഇന്ന് രാത്രിയിൽ അറിയാൻ പറ്റും. അല്ല നാളെ ഗ്യാപ്പപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പപ്പോടുകൂടെ ഈ കൂട്ടി കയറിയാൽ എന്താ സംഭവിക്കുന്നത്, കൂടിനകത്ത് ഒന്ന് താഴോട്ട് ഇറങ്ങിപ്പോകാതെ നമ്മുടെ പഴയ കിളി വരച്ചവിടെ കിടപ്പുണ്ട്. ഞാൻ വായിച്ചു പറഞ്ഞില്ല, കിളി അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കുക. ഈ ബോക്സിനകത്ത് കയറിയാൽ ബോക്സിൻ്റെ ടോപ്പ് 275 അവിടം വരെ എത്തുന്നുണ്ടോ നോക്കുക. അല്ല ബോക്സ് കയറിയിട്ട് തിരിച്ചിറങ്ങി വരുമോ നോക്കുക. അപ്പോൾ നാളെ ഈ ബോക്സാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, ഇതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. വേറെ ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് പറയാം. അപ്പം അതിനുശേഷം ഇന്ന് മിഡ് ക്യാപ്പിനകത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയോട് നോക്കാം. ബാങ്ക് നിഫ്റ്റി കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ഇന്ന്. അതിനിടെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ വിട്ടുപോയാൽ പറയാം. അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഒരു പക്ഷെങ്കിൽ നിഫ്റ്റിയെ പിടിച്ചു നിർത്താനുള്ള ഏറ്റവും വലിയൊരു ഉപാധിയാണ് നമ്മുടെ ജിയോ, അതായത് റിലയൻസ്. ജിയോ IPOയുമായി വരുന്നു എന്നൊരു ശ്രുതി കേൾക്കുന്നുണ്ട്. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു റൂമർ തന്നെയാണ്. മാർക്കറ്റ് അലയിലുണ്ട്. ശനിയാഴ്ച ഈ വരുന്ന സാറ്റർഡേ റിലയൻസിൻ്റെ AGM നടക്കുന്നുണ്ട്. ഓക്കെ, ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ AGMൽ അംബാനി ജിയോയുടെ IPO പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റിലയൻസ് പറന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ റിലയൻസ് പറന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അത് നിഫ്റ്റിയെ മോളോട്ട് നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ള സ്റ്റോക്കുകളൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കുകയും റിലയൻസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി മുകളിലോട്ട് പോകും. അല്ല ബാങ്ക് നിഫ്റ്റി താഴോട്ടും റിലയൻസ് മുകളിലോട്ടും ആണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറുകൾ താഴോട്ടും റിലയൻസ് മുകളിലോട്ടും ആണെന്നുണ്ടെങ്കിൽ പരിക്ക് പറ്റാതെ നിഫ്റ്റിക്ക് പിടിച്ച് നിൽക്കാൻ ഉള്ള സാധ്യതയും ഉണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് റിലയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നിങ്ങൾ റിലയൻസിനെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അത് ഒന്ന്. പിന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് പറയാം. അപ്പോൾ അതിന് ശേഷം ഈ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞൊരു കൺസോൾട്ടേഷൻ കൂടുതലാണ്. എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ഞാൻ പറഞ്ഞിരുന്നു 831 ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വക ഉള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശോകമായിരുന്നു. കാരണം ഈ ഒരു ഫോളിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആരാണെന്നറിയാമോ? BSE. ഞാനിപ്പോൾ പറഞ്ഞ കഥ 163 പോയിൻ്റ് BSE ഇന്ന് വീണു. BSE ഇന്ന് വീഴാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSE ഇന്ന് 163 പോയിൻ്റ് വീഴാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മെയിനായിട്ടുള്ള 2 എക്സ്ചേഞ്ച് ഇച്ചിരി നീണ്ടുപോയി കേട്ടോ. നിങ്ങൾ എന്നാലും ക്ഷമിക്കുക, കാര്യം മനസ്സിലാക്കണമല്ലോ. മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. ഒരു ലൈക്ക് ബട്ടൺ അടിച്ചേക്കണേ. ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ചേര്, ഓർപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ BSE 163 പോയിൻ്റ് വീണു അല്ലേ? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 എക്സ്ചേഞ്ചുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് BSE, ഒന്ന് NSE അല്ലേ? അപ്പോൾ BSE മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ എക്സ്ചേഞ്ചുകളിൽ. അപ്പോൾ NSE IPO ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ NSE IPO ആയിട്ട് വരുമ്പോൾ ഈ BSEക്ക് എന്താണ് ഒരു ചെറിയ അടി പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ അടിയുടെ ആദ്യ പടി എന്നോണമാണ് BSEയിൽ ഈ വീഴ്ച കണ്ടത്. കാരണം NSE അവരുടെ പേപ്പർ വർക്കെല്ലാം ക്ലിയർ ചെയ്തു, അവർ സബ്മിറ്റ് ചെയ്തു എന്ന ഒരു വാർത്ത ഇന്ന് നമ്മൾ മണി കൺട്രോളിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അലയൊലിയാണ് നമ്മൾ BSEയിൽ കണ്ടത്. വരും ദിവസങ്ങൾ എന്താ സംഭവിക്കാൻ അറിയത്തില്ല. അങ്ങനെ വരും ദിവസങ്ങൾ BSE പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആര് പൊട്ടും? മിഡ് ക്യാപ്പും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പെർഫോം ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വലിയ വീഴ്ച മിഡ് ക്യാപ്പിനകത്തിൽ നമ്മൾ കണ്ടത്. ഓക്കെ, വരും ദിവസങ്ങൾ നിങ്ങൾ BSE വാച്ച് ചെയ്യുക. 10,500 ഒറ്റ അടിക്ക് 2,000 പോയിൻറ്റിനടുത്ത് ട്രാവൽ ചെയ്ത ആളാണ്. അപ്പോൾ അത് എന്തായി തീരും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, അടുത്തത് നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ സെൻസെക്സ് കൂടെ ഒന്ന് പറഞ്ഞേക്കാം. കാരണം എല്ലാവരും സെൻസെക്സിൻ്റെ ആൾക്കാരായി ഇപ്പം. അപ്പോൾ സെൻസെക്സ് ഈ പറഞ്ഞ പോലെ തന്നെ നാളെ എക്സ്പയറിയാണ്, കൺസോൾട്ടേഷൻ മോഡിലാണ്. നാളെ മാർക്കറ്റ് ഗ്യാപ്പപ്പിലാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പപ്പോടുകൂടിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
നമുക്ക് ഈ 77,631 ഏരിയയിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും നോക്കുക. തട്ടി തിരിച്ചു വരുമോ അത് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാൻ നോക്കുക. അല്ല ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് മാർക്കറ്റ് പോകുമെന്ന് നോക്കുക. ഏതെങ്കിലും പോയിന്റിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്നിൽ 631 എത്താൻ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 802 എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അവിടെ എന്ത് ആക്ഷൻ നടക്കുന്നു അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ ട്രേഡുകൾ നിങ്ങൾ പ്ലാൻ ചെയ്യാവൂ. ഞാൻ വീണ്ടും നിങ്ങളുടെ കാലേ വീണ് പറയുകയാണ്, അവസരോചിതമായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇടപെടുക. നിങ്ങളുടെ അവസരം വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ രാവിലെ ഓടി വന്ന് 9:15, 9:20, 9:25 തന്നെ ട്രേഡ് എടുക്കണമല്ലേ, വെള്ളം അടിക്കുന്ന റൂട്ട് അടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടി നിങ്ങൾ നിർത്തുക. ഇനിയെങ്കിലും ഇത്രയൊക്കെ വന്നില്ലേ, ഇത്രയൊക്കെ കാശ് പോയില്ലേ, ഇനിയെങ്കിലും അച്ചടക്കത്തോടുകൂടെ മര്യാദയ്ക്ക് മാർക്കറ്റിൽ നിന്ന് പെരുമാറാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്ന് പിഴച്ചു പോകാം. ഇല്ലെങ്കിൽ പരിപാടി നിർത്തി മാസലാം പറഞ്ഞ് പോകുന്നതായിരിക്കും നല്ലത്. ഇതിൽ കൂടുതലൊക്കെ ഞാൻ എങ്ങനെയാണ് തുറന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം നാളെ നമുക്ക് കാണാം. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.